നല്ല നല്ല സ്കിറ്റുകളിലൂടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളാണ് സൂര്യശ്രീ. ഐശ്വര്യ ദേവതയാണ് ചെല്ലുന്ന ടീമൊക്കെ ചറവറാന്ന് ഗോൾഡും സിൽവർ പഞ്ചും ഒക്കെ അടിക്കുന്നു. അപ്പൊ ഇപ്പൊ സൂര്യശ്രീയെ പറ്റിയ ഒരു സ്കിറ്റില് വിടുമെന്നൊക്കെ ടീം ചോദിച്ചു തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. അപ്പൊ സൂര്യശ്രീയുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ആരൊക്കെ സൂര്യശ്രീ വന്നേക്കുന്നത്? അമ്മ, മോനെ, അപ്പച്ചി, പിന്നെ ഒരു ചേട്ടൻ. അമ്മ, മോനെ, അപ്പച്ചി, പിന്നെ നമ്മുടെ ചേട്ടൻ, എല്ലാവരും 4 പേര് ഒരുപാട് സ്നേഹത്തോടെ ഇത് ഐറ്റം വേറെയുടെ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മയിൽ നിന്ന് അല്ലേ കേട്ടു തുടങ്ങാം. നമസ്കാരം അമ്മേ, സ്വാഗതം. ഇന്ന് സ്കിറ്റൊക്കെ നേരിട്ട് കണ്ടു. പറ, സന്തോഷം പറഞ്ഞിട്ടെ ഞങ്ങളോട്. അമ്മ പേരെന്താണ്? പേര് ഉഷാമ്മ. ഹാപ്പി അല്ലേ? ഹാപ്പിയാ, വളരെ സന്തോഷം. സൂര്യയെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. പറഞ്ഞിട്ടേ പോകാൻ പറ്റൂ. അത്രയും സങ്കടമാണ് അവിടെ കാര്യം. ദൈവത്തിന് നന്ദി പറയുന്ന ഈ ഫ്ലോറിൽ അവള് നിൽക്കാൻ പറ്റിയതിൽ. 2 മക്കളാണ് എനിക്ക്. ചെറുതിലെ 2 പേരും പാടും, ഡാൻസ് ചെയ്യും. പിന്നെ അവർ എല്ലാ സ്കൂളുകളിലായാലും എല്ലാം അവർ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ അങ്ങോട്ട് മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങ് മാറി. പിന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ അവരതേ അങ്ങ് വിട്ടു. സൂര്യയെ പറ്റി പറയാനാണെങ്കിൽ സൂര്യ പാടും ഡാൻസ് ചെയ്യും. അവൾ ആക്ടിങ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ അവൾ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ പോയിട്ടാണ് അവൾ ആക്ടിങ് എന്തുവാന്ന് നമ്മൾ അറിയുന്നത്. ഒക്കെ ബെസ്റ്റ് ആക്ടറിൻ്റെ അവാർഡ്, മെഡലുകൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞാൻ അത്ഭുതപ്പെടും. നമ്മളിങ്ങനെ ആക്ടിങ് ചെയ്യുമോ? അപ്പം അമ്മ എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എനിക്ക് അഭിനയിക്കാനൊക്കെ അറിയാവോ? അഭിനയിച്ച് തുടങ്ങി. നീ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു കലക്കമുണ്ട് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എങ്ങനെ നാട്ടിൽ വന്ന് കലക്കും? നിനക്ക് ഇവിടെ ആരെയും പരിചയമില്ല. 10 വർഷം അവൾക്ക് വെയിറ്റ് ചെയ്യുന്നത്. അവൾക്ക് നാടുമായിട്ട് ഒരു ഇതും ഇല്ല. അവളെ 19 വയസ്സിൽ വിവാഹം കഴിച്ചു. വിവാഹവും അവൾക്ക് വളരെ മോശമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് മനോജാണ് ഇതിനകത്തൂടെ വിളിച്ചത്, ഫ്ലവേഴ്സിൽ. ഇതുവരെ ഈ ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയത് വളരെ പറയാൻ വാക്കുകളില്ല. അതുപോലെ സന്തോഷം. എല്ലാം നല്ല നല്ലതിനാണെന്ന് വിചാരിക്കുക. ഇപ്പൊ അവിടുന്ന് വിളിച്ച് പറഞ്ഞു പറഞ്ഞില്ലേ, നാട്ടിൽ വന്ന് ഞാനൊരു കലക്കുമെന്ന്. അതാണ് സൂര്യശ്രീയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കുവൈറ്റിൽ അവർക്ക് വളരെ ഒരു 6-7 വർഷം കുഴപ്പമില്ലാതെ പോയി. 2-3 വർഷമൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. ജോലി എന്തായിരുന്നു? ഞാൻ നേഴ്സായിരുന്നു. അപ്പൊ എനിക്ക് വിസയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങള് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാ പോയേ. അപ്പൊ അത് കുഴപ്പമില്ലാതെ പോയി. പിന്നെ അത് കഴിഞ്ഞ് വിസ മാറ്റാന്നൊരു ബുദ്ധിമോശ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നി. പക്ഷെ അത് ആ വിസ മാറുന്ന ഒരു വിസ അല്ലായിരുന്നു. നമുക്കറിയില്ല, അവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ല, ഭാഷ അത്ര വശമില്ല. വിസ അടിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കമ്പനിയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. കമ്പനിക്കെതിരെ നമ്മൾ കേസ് കൊടുത്തു, അവർ നമുക്കെതിരെ. അപ്പം അങ്ങനെ കുറച്ച് 3 വർഷത്തോളം ജോലിക്ക് തന്നെ വല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം വിസ ഇല്ലാതെ അവിടെ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായത്തോടെ ഭക്ഷണം പോലും ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് നാട്ടിൽ തിരിച്ചെത്തുമെന്ന് പോലും വിചാരിച്ചതല്ല. കാരണം വീട്ടിലൊക്കെ നമുക്കത് പറയുമ്പോൾ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നാട്ടിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ. അപ്പം നമ്മൾ വിസ കിട്ടും എന്ന് കരുതി ഒരാളെ വിശ്വസിച്ചു കുറേ പൈസ, ഞാനും എൻ്റെ കൂടെ കുറച്ച് നേഴ്സുമാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൊടുത്തു. ആ പൈസയൊക്കെ പോയി, അയാൾ പറ്റിച്ചു. അപ്പം പിന്നെ നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു. അവിടെ പൊതുമാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോഴും മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് കയറി വരാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കുറച്ചധികം ബുദ്ധിമുട്ട് ഒരു 2-3 വർഷം അനുഭവിച്ച് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ലക്കാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പം സത്യത്തിൽ എനിക്ക് സന്തോഷമാണ്. ആ സമയത്ത് അവിടെ നിന്ന് ജീവനോടെ പോലും വരുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത്രയും ചില സമയങ്ങളിൽ, അതായത് രാത്രിയും പകലും പോകുന്ന പോലും നമുക്കറിയില്ല. റൂമിൽ തന്നെ വെളിയിലിറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അത്രയും കഷ്ടപ്പാടിൽ കുറേ ആൾക്കാർ സഹായിച്ചു. പിന്നെ അവരുടെയൊക്കെ ഒരു സഹായം കൊണ്ടാണ് നാട്ടിലേക്ക് കയറി വരാൻ പറ്റിയത്. അത് ഈ അമ്മ പറഞ്ഞ പോലെ പാർട്ടി ഡാൻസ് പ്രോഗ്രാമിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ചെയ്യണമെന്നൊക്കെ ആഗ്രഹമാണ്. അപ്പോൾ അവിടെ നമുക്കതിനൊന്നും വലിയ പെർമിഷൻ ഇല്ല. അപ്പം ഞാനങ്ങനെ അവിടെ ഒരു ന്യൂസ് റീഡിങ്ങിൻ്റെ ഒരു ചാനൽ തുടങ്ങി. നമ്മൾ അങ്ങനെ പോയായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് അവർക്കത് സമ്മതമല്ലായിരുന്നു പോകാൻ. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായി. വിസയുടെ പ്രശ്നം, കേസ്. ഇവര് കൂട്ടത്തിരിക്കുന്നവര് ആരൊക്കെയാന്ന് പരിചയപ്പെടുത്തിയില്ല. ഇത് അപ്പച്ചിയാണ്, അച്ഛന്റെ പെങ്ങളാണ്. ഇത് നമസ്കാരം. എന്താ പേരെന്താണ് അപ്പച്ചിയുടെ? എന്റെ പേര് പുഷ്പമണി. ചേട്ടായി ഇത് അടുത്തുള്ളതാ. ചേട്ടന്റെ പേര് സജി. എങ്ങനെയാണ് നമ്മുടെ മോള് നാട്ടിൽ നിന്ന് വന്ന് ഇത്രയും ഫേമസ് ആയിട്ട് നിൽക്കുകയാണ്, എന്താണ് ഒരു അഭിപ്രായം? വളരെ സന്തോഷമുണ്ട് സാർ. അവളെ എങ്ങനെയാലും രക്ഷപ്പെട്ടാൽ മതി.
രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രക്ഷപ്പെട്ടു കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സൂര്യശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമാണ് സൂര്യശ്രീ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ അങ്ങനെയാണ് സൂര്യശ്രീയെ കൊണ്ടു നടക്കുന്നത്. സൂര്യശ്രീ എന്ന് പറഞ്ഞാൽ മിടുക്കിയാണ്. നാളെ ഒരു പക്ഷേ നല്ല സിനിമയിലൊക്കെ ഗംഭീര വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സൂര്യശ്രീ. അതുകൊണ്ട് നടന്നതെല്ലാം നല്ലതിന് എന്ന് വിചാരിക്കുക. ഇനി നടക്കാൻ പോകുന്നതായിരിക്കും സൂര്യശ്രീയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ. അത് തീർച്ചയാണ്. സന്തോഷമായിട്ടിരിക്കുക, എല്ലാം അടിപൊളിയായിട്ട് വരും. പക്ഷെ അവൻ എന്തോ പറയും, സ്റ്റൈൽ കൂട്ടർ ഇവിടെ അവൻ അവിടെ നിൽക്കിയല്ല. അവൻ എന്തോ കറക്റ്റ് സൂര്യശ്രീയാണ് കേട്ടോ. ഹലോ, എന്താ പേര്? അർജുനേസ്. അർജുൻ. നല്ല ഹെയർ സ്റ്റൈൽ അർജുൻ. ബസ് കട്ടാണോ? എന്ത്? ഫെയ്ഡഡ്. എത്രല്ല പഠിക്കുന്നത്? 7th. ഏത് സ്കൂളിലാ? സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒമ്പോ. ക്ലോസ് ഫ്രണ്ട്സ് ആരൊക്കെയാ സ്കൂളില്? ആസിൽ സൈനു. ഐസിലും ഇവർ അമ്മയുടെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ആസിലും സൈനും ഒക്കെ എന്താ പറയാറുള്ളത്? അവനും ഇഷ്ടമാണ്. സ്കൂളിൽ എല്ലാവർക്കും ഇഷ്ടമല്ല അമ്മയുടെ പ്രോഗ്രാംസും പെർഫോമൻസ് ഒക്കെ? ആണ്. ഓക്കെ. ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓ, അടിപൊളി. അപ്പൊ അങ്ങനെ വരട്ടെ. സ്കൂളിൽ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം അല്ലേ? എല്ലാവരോടും പറയണം കേട്ടോ. സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനാപുരത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ വക വലിയ